ഒടുവിൽ ടി.ജി. മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കും. ജാമ്യം കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. മലയാളത്തിലെ മാധ്യമങ്ങൾക്കും ചാനലുകൾക്കുമെല്ലാം കഴിഞ്ഞ ദിവസം നല്ല ചാകരയായിരുന്നു. കാരണം 2 പ്രധാനപ്പെട്ട അറസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. രണ്ടിനും വ്യത്യസ്ത സ്വഭാവമായിരുന്നുവെങ്കിലും 2 അറസ്റ്റും ചാനലുകൾ ഒരുപോലെ നന്നായി ആഘോഷിച്ചു. ടി.ജി. മോഹൻദാസിനെതിരെയുള്ള ആരോപണം, അതിൻ്റെ കേസുമെല്ലാം ഇനി കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ കോടതിയാണ് കാര്യങ്ങൾ ഇനി തീരുമാനിക്കുന്നത്. അതിനാൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ടി.ജി. മോഹൻദാസിൻ്റെ അറസ്റ്റ് കേരളത്തിൽ എന്ത് രാഷ്ട്രീയ ചലനം ഉണ്ടാക്കും എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവാദപരമായ പ്രസ്താവനകൾ പുറത്തു വന്നതിനെ തുടർന്ന് RSS നേതൃത്വവും ഔദ്യോഗികമായി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ടി.ജി. മോഹൻദാസിന് സംഘടനയിൽ യാതൊരുവിധ ഔദ്യോഗിക ചുമതലകളും ഇല്ലെന്നും അദ്ദേഹത്തിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണെന്നുമാണ് RSS പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ഒരു സ്വതന്ത്ര വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമ ചർച്ചകളിലെയൊക്കെ ഒരു പാനലിസ്റ്റുമാണ്. മുൻപ് അദ്ദേഹം BJPയുടെ ബൗദ്ധിക സെൽ സംസ്ഥാന കൺവീനറായിട്ടും RSSന്റെ അനുകൂല ചിന്താകേന്ദ്രമായ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഭാരവാഹിയായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല തപസ്യ സാഹിത്യ വേദിയിലൂടെ അദ്ദേഹം സാംസ്കാരിക രംഗത്തും സജീവമായിരുന്നു. എന്നാലും ടി.ജി. വിഷയത്തിൽ BJPയും ഒരു തണുത്ത സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. പൊതുവിൽ RSSും BJPയും ടി.ജിയെ കൈയൊഴിഞ്ഞു എന്ന് നമുക്ക് തോന്നാം പ്രത്യക്ഷത്തിൽ. എന്നാൽ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ വളരെ സുപ്രധാനമാണ്. RSSും BJPയും ഔദ്യോഗികമായി മാറി നിൽക്കുമ്പോഴും മറ്റ് ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ മുന്നോട്ട് വരുന്നത് BJPക്ക് കൃത്യമായ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. സംഘപരിവാറിന്റെ വികേന്ദ്രീകൃത ശൈലി കൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി തുടങ്ങിയ സംഘടനകൾക്ക് BJPയേക്കാൾ കടുത്ത ഹൈന്ദവ നിലപാടുകൾ പരസ്യമായി സ്വീകരിക്കാൻ സാധിക്കും. ടി.ജി. മോഹൻദാസിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ അറസ്റ്റിൽ ഈ സംഘടനകൾ ശക്തമായി പ്രതികരിക്കുമ്പോൾ അത് താഴെ തട്ടിലുള്ള കടുത്ത അണികളെ കൂടുതൽ ആവേശഭരിതരാക്കും. ഇത്തരം സംഘടനകൾ വിഷയം ഏറ്റെടുക്കുമ്പോൾ BJPക്ക് തങ്ങളുടെ ഇപ്പോഴത്തെ മിതവാദ മുഖം നിലനിർത്താനും അതേസമയം അണികളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനും സാധിക്കും. വിവാദങ്ങളിൽ നിന്ന് പാർട്ടി നേതൃത്വം സാങ്കേതികമായി മാറി നിൽക്കുകയും എന്നാൽ അതിൻ്റെ രാഷ്ട്രീയ ഗുണം പൂർണ്ണമായി കൊയ്യുകയും ചെയ്യുന്ന രീതിയാണിത്. കോൺഗ്രസും ഇടതുപക്ഷവും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ഈ അറസ്റ്റിനെ പിന്തുണയ്ക്കുമ്പോൾ കേരളത്തിലെ സുപ്രധാന പ്രതിപക്ഷ കക്ഷിയായ LDFന്റെ റോള് പലപ്പോഴും മങ്ങുന്നുണ്ട്. ആ സ്ഥാനത്തേക്ക് വരാനാണ് BJP സത്യത്തിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ BJPയും സംഘപരിവാറും സർക്കാരിനെതിരെ നേരിട്ട് പൊരുതുന്ന യഥാർത്ഥ പ്രതിപക്ഷമാണ് തങ്ങളെന്ന് ചിത്രീകരിക്കാൻ ഈ സാഹചര്യം ഉപയോഗിക്കുന്നു. ടി.ജി. മോഹൻദാസിന്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ കാണാറുള്ള ഏറ്റവും വലിയൊരു സവിശേഷത BJPയെ പോലും വിമർശിക്കാൻ മടി കാണിക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും കടുത്ത പാർട്ടി പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ നിലപാടുകളെയും സംഘടനാപരമായ തീരുമാനങ്ങളെയും പാളിച്ചകളെയും ഒക്കെ അദ്ദേഹം പരസ്യമായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വിമർശനങ്ങളെക്കാൾ ടി.ജി. മോഹൻദാസ് നടത്തുന്ന BJP വിമർശനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ ചില പ്രധാന കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹം ദീർഘകാലം BJPയുടെ ബൗദ്ധിക സെല്ല് കൺവീനറായിട്ടും RSS അനുകൂല സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുള്ളതിനാൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന രീതിയും പ്രത്യയശാസ്ത്രവും അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്ന വിമർശനങ്ങൾ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്താറുണ്ട്. കേരളത്തിലെ BJP നേതൃത്വത്തിൻ്റെ ചില തന്ത്രങ്ങളോടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ചില നിലപാടുകളോടുമൊക്കെ അദ്ദേഹത്തിന് പലപ്പോഴും വിയോജിപ്പുകളുണ്ടായിരുന്നു. പാർട്ടിക്ക് കേരളത്തിൽ പ്രതീക്ഷിച്ച ഒരു വളർച്ച ഉണ്ടാക്കാൻ കഴിയാത്തതിനെക്കുറിച്ചും ഗ്രൂപ്പ് കളികളെക്കുറിച്ചും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം പാർട്ടിയുടെയോ RSSന്റെയോ ഔദ്യോഗിക വക്താവോ ഭാരവാഹിയോ അല്ലാത്തതിനാൽ ഒരു പാർട്ടി അച്ചടക്കത്തിൻ്റെ കെട്ടുപാടുകളൊന്നുമില്ലാതെ സ്വതന്ത്രമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഒരു കടുത്ത BJP വിരോധി പറയുന്ന വിമർശനങ്ങളെ പാർട്ടിയുടെ അണികൾ സാധാരണ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ടി.ജി. മോഹൻദാസിനെ പോലെയുള്ള ആ ആശയങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരാൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കാറുണ്ട്. ഈ ഒരു സ്വതന്ത്ര നിലപാട് കൂടിയാണ് അദ്ദേഹത്തിന് BJPക്ക് പുറത്തുള്ള ആളുകൾക്കിടയിലും ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ കാരണമായത്. ടി.ജി. മോഹൻദാസ് BJPയുടെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്നും നേതാക്കളുടെ പ്രവർത്തന ശൈലികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചില നിരീക്ഷണങ്ങൾ പലപ്പോഴും പരസ്യമായി പങ്കുവയ്ക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലായിട്ടുള്ള പത്രികയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ BJPക്കെതിരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ നിരവധിയാണ്. താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നും ഗ്രൂപ്പ് പോരുകളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലും മറ്റു പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖരെ കൃത്യമായി പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിലുമൊക്കെ കേരളത്തിലെ BJP പരാജയപ്പെടുന്നു എന്ന വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ചില വികസന നയങ്ങളോടും തീരുമാനങ്ങളോടും കേരളത്തിലെ BJP നേതാക്കൾ കാണിക്കുന്ന അമിതമായ വിധേയത്വത്തെയും
അദ്ദേഹം വിമർശിക്കാറുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ BJP പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു ആക്ഷേപം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അറസ്റ്റിലേക്ക് നയിച്ച വിവാദ വീഡിയോയിൽ പോലും അദ്ദേഹം BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭരണശൈലിയുമായി തൻ്റെ നിലപാടുകളെ ഒന്ന് താരതമ്യം ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ തങ്ങളെപ്പോലെയുള്ള ആളുകൾ തീവ്രമായ നടപടികൾ ആഗ്രഹിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും കൂടുതൽ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ വശങ്ങൾ ആലോചിച്ചാണ് മൃദുവായ നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നടപടികൾക്ക് വേഗത പോരെന്ന ഒരു നിശബ്ദ വിമർശനം കൂടിയായി നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. പലപ്പോഴും കോൺഗ്രസോ ഇടതുപക്ഷമോ ഉന്നയിക്കുന്ന വിമർശനങ്ങളെക്കാൾ സാധാരണക്കാരായ BJP RSS പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നത് TG മോഹൻദാസിനെ പോലെയുള്ള ആളുകളുടെ തുറന്നു പറച്ചിലുകളാണ്. അവരത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. പല സാധാരണ പ്രവർത്തകർക്കും പാർട്ടിയുടെ ചില തീരുമാനങ്ങളോടും അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാക്കന്മാരുടെ ശൈലികളോടും ഒക്കെ കടുത്ത വിയോജിപ്പുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ പാർട്ടി അച്ചടക്കം കാരണം അവർക്ക് അത് പരസ്യമായി പറയാൻ കഴിയില്ല. TG മോഹൻദാസ് അത് വിളിച്ചു പറയുമ്പോൾ തങ്ങളുടെ മനസ്സിലുള്ളതാണ് അദ്ദേഹം പറയുന്നതെന്ന തോന്നൽ അണികൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ TG അവർക്ക് ഒരു ആവേശമാകും. നേതാക്കളെ എപ്പോഴും അന്ധമായി പുകഴ്ത്തുന്ന രീതി പാർട്ടിക്കുള്ളിലെ സജീവ പ്രവർത്തകർക്ക് പോലും പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല. സ്വന്തം ഭാഗത്തെ തെറ്റുകൾ തിരുത്തിയാൽ മാത്രമേ പാർട്ടിക്ക് വളർച്ചയുണ്ടാകൂ എന്ന് ആഗ്രഹിക്കുന്ന കടുത്ത അണികൾ ഇത്തരം വസ്തുതാപരമായ വിമർശനങ്ങളെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അത്തരത്തിലുള്ള ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. TG മോഹൻദാസ് പാർട്ടിയെ തകർക്കാനല്ല, മറിച്ച് പാർട്ടി നന്നാക്കാനാണ് ഇത് പറയുന്നതെന്ന ബോധം അതുകൊണ്ട് തന്നെ ഈ BJPയിലെ സാധാരണക്കാരായ പ്രവർത്തകർക്കും അണികൾക്കും ഒക്കെ ഉണ്ട്. അദ്ദേഹം പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പ്രവർത്തകർക്ക് എളുപ്പമാണ്. അതുകൊണ്ട് നേതാക്കളെക്കാൾ താഴെത്തട്ടിലുള്ള സാധാരണ അണികളോട് കൂടുതൽ സംവദിക്കാൻ കഴിയുന്നു എന്നതാണ് ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന കടുത്ത അച്ചടക്കവും അതുപോലെ കേന്ദ്രീകൃതമായ തീരുമാനങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സവിശേഷത വളരെ വ്യത്യസ്തവും ശ്രദ്ധേയവും. സാധാരണയായി ഇത്തരം പ്രസ്ഥാനങ്ങളിൽ ഉള്ളിൽ നിന്നുള്ള വിമർശനങ്ങൾ പരസ്യമായി ആഘോഷിക്കപ്പെടാറില്ല. എന്നാൽ TG മോഹൻദാസിന്റെ കാര്യത്തിൽ BJP അണികൾ അത് സ്വീകരിക്കുന്നതിന് പിന്നിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഈ സവിശേഷമായ വശം കൂടിയുണ്ട്. വലതുപക്ഷ അണികൾ പലപ്പോഴും BJP എന്ന പാർട്ടിയേക്കാൾ കൂടുതൽ മുൻഗണന നൽകുന്നത് അവരുടെ ദേശീയത അല്ലെങ്കിൽ ഹൈന്ദവ പ്രത്യയശാസ്ത്രത്തിനാണ്. പാർട്ടി നേതാക്കൾക്ക് വീഴ്ച സംഭവിച്ചാലും പ്രത്യയശാസ്ത്രത്തിന് കോട്ടം തട്ടരുത് എന്ന് സത്യത്തിൽ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആശയങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട് പാർട്ടിയെ വിമർശിക്കുന്ന TG മോഹൻദാസിനെ അണികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിലെ BJP അണികൾ കടുത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും ഒക്കെയാണ് കടന്നു വന്നിട്ടുള്ളത്. മുഖ്യധാര ചാനലുകളിൽ തങ്ങളെ പ്രതിരോധിക്കാൻ ശക്തമായ വാദമുഖങ്ങൾ നൽകുന്ന TG മോഹൻദാസിനോട് അവർക്ക് വലിയൊരു ബഹുമാനമുണ്ട്, അല്ലെങ്കിൽ ഒരു ആരാധനയുണ്ട്. ആ പദവി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്ന ആഭ്യന്തര വിമർശനങ്ങളെ ഒരു തിരുത്തലായി കാണാൻ അണികൾക്കും സാധിക്കുന്നു. പരമ്പരാഗതമായ പാർട്ടി മീറ്റിങ്ങുകൾക്കപ്പുറം ഡിജിറ്റൽ ഇടങ്ങളിലാണ് ഇന്നത്തെ വലതുപക്ഷ യുവാക്കൾ കൂടുതലും സജീവമായിട്ടുള്ളത്. അവിടെ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്കപ്പുറം കാര്യങ്ങളെ കൃത്യമായിട്ട് വസ്തുതാപരമായി വിശകലനം ചെയ്യുന്നതിൽ TG മോഹൻദാസിന്റെ പത്രിക പോലെയുള്ള ചാനലുകളിലെ ഉള്ളടക്കങ്ങൾ അവർ ചർച്ചയാക്കുകയും പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കടുത്ത സംഘടനാ അച്ചടക്കം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ സ്വന്തം പ്രസ്ഥാനത്തെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരാളെ അണികൾ പിന്തുണയ്ക്കുന്നത് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവവും അവതരണ ശൈലിയും ദീർഘകാലത്തെ അനുഭവങ്ങളിലൂടെയും ബോധ്യങ്ങളിലൂടെയൊക്കെ രൂപപ്പെട്ടതാണ്. കേവലം ഒരു ജയിൽവാസോ അല്ല ശിക്ഷാ നടപടികളോ ഒക്കെ കൊണ്ട് TG മോഹൻദാസിന്റെ ശൈലി പൂർണ്ണമായും മാറുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ചരിത്രപരമായി നോക്കിയാൽ ഇത്തരം നിയമ നടപടികൾ പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകരുടെയും നേതാക്കന്മാരുടെയൊക്കെ നിലപാടുകളെ കൂടുതൽ കടുപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ശൈലിക്ക് കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊടുക്കാനോ ആണ് കാരണമായിട്ടുള്ളത്. കടുത്ത രാഷ്ട്രീയ സാമൂഹ്യ ബോധ്യങ്ങളുള്ള വ്യക്തികൾക്ക് ജയിൽ നടപടികളൊക്കെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായാണ് അവർ കാണാറുള്ളത്. നിയമ നടപടികളെ ഭയന്ന നിലപാടുകൾ മാറുന്നത് തങ്ങളുടെ രാഷ്ട്രീയ പരാജയമായി അവർ വിലയിരുത്തിയേക്കാം. ഈ അറസ്റ്റോടെ വലതുപക്ഷ അണികൾക്കിടയിൽ അദ്ദേഹം ഒരു ബലിദാനി പരിവേഷമൊക്കെ നേടാനുള്ള സാധ്യതയുണ്ട്. ആ പിന്തുണ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും എന്നാണ് എനിക്ക് തോന്നുന്നത്.